എനിക്ക് ഈ കാര്യത്തിൽ അച്ഛനെ സഹായിക്കാൻ പറ്റില്ല. മോനെ, രാധിക സ്വന്തം കൂടപ്പുറപ്പല്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടല്ലേ അവളെ കൊല്ലാൻ പ്രിയങ്ക ശ്രമിച്ചത്. അച്ഛൻ ദൈവത്തിന് പൂജ നടത്തുന്ന ആളല്ലേ. അച്ഛൻ അതൊക്കെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? നീതിയും ന്യായം എന്നതിൽ അച്ഛൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അച്ഛൻ ഇതുവരെ പാലിച്ച വിശ്വാസ പ്രമാണങ്ങൾ സത്യമാണെങ്കിൽ അച്ഛനിപ്പോ അവിടുന്ന് തിരിച്ചു പോവുക വേണ്ടത്. മോനെ, അതൊക്കെ അച്ഛൻ്റെ ഇഷ്ടം. പ്രിയങ്കയെ സംബന്ധിച്ച ഒരു കാര്യത്തിനും ഇനി അച്ഛൻ എന്നെ വിളിക്കണ്ട. ഞാൻ വരില്ല. അച്ഛൻ എന്നോട് ക്ഷമിച്ചേക്ക്. മോനെ വിളിച്ചോ? വിളിച്ചു, പക്ഷെ വരില്ല. അയ്യോ, മോൻ എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊന്നും എന്റെ കയ്യിൽ ഉത്തരവില്ല. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. സ്വന്തം കുടുംബാംഗത്തെ കൊല്ലാൻ ശ്രമിച്ച ഒരാളെ അവര് രക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? താൻ വാ. സാർ, വരൂ. സാർ, ഈ വലിയ വലിയ ആളുകളൊന്നും എനിക്കത്ര പരിചയം പോരാ. ഈ കാര്യത്തിനു വേണ്ടി എനിക്കാരെയും വിളിക്കാനുമില്ല. വിളിച്ചിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ല തിരുമേനി. കൃത്യമായ തെളിവുകളുള്ള കേസാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെ കോടതിയിൽ ഹാജരാക്കാനേ പറ്റൂ. പിന്നീടുള്ള തീരുമാനം കോടതിയുടേതാണ്. ഇല്ല സാർ, അതെനിക്ക് അനുവദിച്ചു തരാൻ പറ്റില്ല. എന്റെ മോളെ സാർ കോടതിയിലേക്ക് കൊണ്ടുപോരുത്. അവളെ ശിക്ഷിക്കരുത്. എന്റെ മോളെ സാറ് വിടുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാതെ ഇവിടെ ഇരുന്ന് മരിക്കേണ്ടി വന്നാൽ പോലും. നിങ്ങൾ കുറച്ചുകൂടി ബോധപൂർവം ചിന്തിക്ക്. ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതോ ഞങ്ങൾ ബോധപൂർവം ചെയ്യുന്നതോ അല്ല. സർ, അവളെ രക്ഷിക്കാൻ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. അത് കുറ്റവാളിയെ രക്ഷിക്കാനുള്ള കാരണമല്ലല്ലോ. മാത്രമല്ല, ലോക്കപ്പിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ ബന്ധുക്കൾ വന്ന് അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് വാദിക്കുക. അച്ഛനമ്മമാരുടെ കരച്ചിൽ കേട്ട് എല്ലാവരെയും വിട്ടയക്കുകയാണെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷൻ എന്തിനാ? തിരുമേനി, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. ഇല്ല സർ, എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഞാനിവിടെ ഇരിക്കാൻ പോവാ. അതൊന്നും പറ്റില്ല. സാറിന് എന്നോട് ദേഷ്യപ്പെടാം, എന്നെ അടിച്ച് ഇവിടുന്ന് പുറത്താക്കാനും ശ്രമിക്കാം. പക്ഷേ ഒരച്ഛൻ എന്ന നിലയിൽ എന്റെ മോളെ ഈ അവസ്ഥയിൽ ഇവിടെ വിട്ടു പോവാൻ എനിക്കാവില്ല. ഇവരൊക്കെ ഇങ്ങനെ ചെയ്താൽ എന്താണോ ചെയ്യുക? ഇത്തരത്തിൽ ന്യായീകരിക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ടാണ് കുറ്റവാളികളും കുറ്റകൃത്യങ്ങളും കൂടുന്നത്.